വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പേപ്പർ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് BCOC 136. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ 5 ബ്ലോക്കുകളായിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് വരുന്നത്. അതിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ബേസിക് കോൺസെപ്റ്റ് 1. അപ്പോൾ ഇൻകം ടാക്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഇൻകം ടാക്സിൻ്റെ കുറച്ച് കോൺസെപ്റ്റ്സുകളെ പരിചയപ്പെടണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ബേസിക് കോൺസെപ്റ്റ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻകത്തിൻ്റെ മുകളിൽ ചുമത്തുന്ന ടാക്സ് അല്ലേ? അപ്പോൾ അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെയോ മുകളിൽ, അവരുടെ ഇൻകത്തിൻ്റെ മുകളിൽ ചുമത്തുന്ന ടാക്സിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? ഇൻകം അറിയണം അല്ലെ? ഒരു വ്യക്തിയുടെയും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെയോ ഇൻകം അറിയണം. അപ്പോൾ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഇൻകം. ആദ്യം നമുക്ക് അറിയണം എന്താണ് ഇൻകം. അതേപോലെ തന്നെ ടാക്സബിൾ ഇൻകം ഏതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഇൻകം എന്താണെന്ന് തിരിച്ചറിയണം, അതിൽ നിന്ന് ടാക്സ് കൊടുക്കേണ്ട ഇൻകം എന്താണെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇൻകം ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് വാട്ട് ഈസ് ഇൻകം. ഇൻകം എന്താണ്? അപ്പൊ അതിനൊരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് 1961, ഇൻകം ടാക്സ് ആക്ട് 1961 ഈ ഒരു ആക്ടില് 298 സെക്ഷൻസും അതുപോലെ തന്നെ 14 ഷെഡ്യൂളുകൾ അടങ്ങിയിട്ടുള്ള ഒരു ആക്ട് ആണ് ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, അപ്പൊ ഇതില് ഈ ഒരു ഇൻകം ടാക്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ഇൻകം. അപ്പൊ ഈ ഒരു ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഇൻകത്തിന് അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും സെക്ഷൻ 2 സബ്സെക്ഷൻ 24 എന്തൊക്കെയാണ് ഇൻകം എന്നുള്ള ആ ഒരു കാര്യം, അതായത് ഏതൊക്കെയാണ് വരുമാനത്തിൽ അല്ലെങ്കിൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇൻകം ടാക്സ് ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിൽ പക്ഷേ സെക്ഷൻ 2 സബ്സെക്ഷൻ 24 പ്രകാരം എന്തൊക്കെയാണ് ഇൻകം ആയിട്ട് ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു 24 അല്ലെങ്കിൽ ഒരു 23ഓളം ഇൻകമായി അല്ലെങ്കിൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതിൽ നോക്കൂ, ഫസ്റ്റ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് അല്ലെ? അതായത് ലാഭങ്ങൾ ഏതെങ്കിലും വിധേന, ഇപ്പൊ നമ്മളൊരു ബിസിനസ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുഖേന നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്, നേട്ടങ്ങളും ലാഭങ്ങളും. അതുപോലെ തന്നെ ഡിവിഡൻഡ് അല്ലെ? ഡിവിഡൻഡ് അതായത് ഇപ്പോ ഷെയർ ഹോൾഡേഴ്സിന് അവർ കൊടുക്കുന്ന ക്യാപിറ്റലിന്റെ മുകളിൽ ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം കിട്ടുന്നുണ്ട് അല്ലെ? അതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഡിവിഡൻഡ് അതും ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ദെൻ അടുത്തത് നോക്കൂ, ഇൻകം ഫ്രം വോളണ്ടറി കോൺട്രിബ്യൂഷൻ, അതായത് ഇൻകം ഫ്രം വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് റിസീവ്ഡ് ബൈ ദി ഫോളോവിങ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, സ്വമേധയ ഉണ്ടാക്കുന്ന ചില സംഘടനകൾ ഉണ്ടാവും. അതായത് ഇപ്പോ അവര് ചാരിറ്റി അങ്ങനെ ഒക്കെ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇപ്പൊ ഒരു മതപരമായിട്ടുള്ള പല സംഘടനകളും നമ്മുടെ നാടുകളിലുണ്ട് അല്ലെ? അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെ? അപ്പൊ വോളണ്ടറി അസോസിയേഷൻസിന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്, അപ്പൊ അതിൽ എന്തൊക്കെ പെടും? എനി ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ചാരിറ്റബിൾ ഓർ റിലീജിയൻ പർപ്പസ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പൊ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇൻകം ഫ്രം വോളണ്ടറി കോൺട്രിബ്യൂഷൻ. അതായത് ഇപ്പോ ഈ ചാരിറ്റി ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ഒരു റിലീജിയസ് ആയിട്ടുള്ള ട്രസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടോ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ,
അത് ഇൻകം ആണ്. അതേപോലെ തന്നെ ഈ സയന്റിഫിക് റിസർച്ച് അസോസിയേഷനിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇൻകം ആണ്. അതുപോലെ തന്നെ ഗെയിംസ് ഓർ സ്പോർട്സ് അസോസിയേഷൻ അല്ലെ, ഈ ഗെയിംസ് ആൻഡ് സ്പോർട്സ് അസോസിയേഷനിലേക്കൊക്കെ ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതും എന്താണ്, ഇൻകം എന്നുള്ള കാറ്റഗറിയിൽ വരുന്നുണ്ട്. ദെൻ അടുത്ത നോക്കൂ, ചാരിറ്റബിൾ ഫണ്ട് ഓർ എ ട്രസ്റ്റ് or institutions created for wholly public religion purpose. അല്ലെ, ഇപ്പൊ മതപരമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടും മതപരമായിട്ട് ഉള്ള ഒരു ഉദ്ദേശത്താൽ രൂപീകരിച്ചിട്ടുള്ള ഫണ്ട്, ട്രസ്റ്റ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, അപ്പൊ ഇവർക്കൊക്കെ കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്, വോളണ്ടറി കോൺട്രിബ്യൂഷൻസ്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവർക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഇത്രയും ഈ എന്താണ് നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ്, റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റ്, സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻസ്, അതുപോലെ തന്നെ ഗെയിംസ് ഓർ സ്പോർട്സ് അസോസിയേഷൻസ് എക്സെട്ര അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവർക്കൊക്കെ കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇൻകം ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. ദെൻ അടുത്തത് നോക്കൂ, അടുത്ത പോയിന്റ് എന്താണ്, പെർക്യുസൈറ്റ്സ് ഓർ പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി അല്ലെ. അതായത് ഇപ്പൊ സാലറിക്ക് പുറമെ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെർക്യുസൈറ്റ്സ്, പ്രത്യേക ആനുകൂല്യങ്ങളല്ല പെർക്യുസൈറ്റ്സ് അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് ഇപ്പൊ ഫ്രീ ആയിട്ട് കാർ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതായത് ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ടിക്കറ്റുകൾ, റെയിൽവേ ടിക്കറ്റ്, എയർവേ ടിക്കറ്റുകളൊക്കെ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള പെർക്യുസൈറ്റ്സുകൾ ഒരു എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും എന്താണ്, ഇൻകത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ നോക്കൂ, എനി സ്പെഷ്യൽ അലവൻസ് ഓർ ബെനഫിറ്റ്സ് ബിസൈഡ്സ് പെർക്യുസൈറ്റ്സ് ടു എംപ്ലോയീസ് ടു മീറ്റ് ഹിസ് എക്സ്പെൻസസ് ഫോർ പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടി. പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ബെനഫിറ്റ്സോ അല്ലെങ്കിൽ അലവൻസസോ, സ്പെഷ്യൽ അലവൻസസ് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എന്താണ്, ഇൻകം ആണ്. അതുപോലെ തന്നെ ഇൻകം ഫ്രം UTI അല്ലെ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്നുള്ള ആ സെക്ഷൻ 2 സബ്സെക്ഷൻ 24 പ്രകാരം ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് അസോസിയേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം മാർക്കറ്റിംഗ് അസോസിയേഷൻ. അതുപോലെ തന്നെ എനി അലവൻസ് ഗ്രാന്റഡ് ടു മീറ്റ് ഇൻക്രീസ് ദി കോസ്റ്റ് ഓഫ് ലിവിങ്. ഇപ്പൊ നമ്മളിപ്പോ ഈ വിലക്കയറ്റം അല്ലെങ്കിൽ നമ്മുടെ ജീവിക്കാനുള്ള കോസ്റ്റ് വളരെ കൂടുതലാണ്, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ എംപ്ലോയീസിന് എന്ത് കൊടുക്കും, പ്രത്യേകമായിട്ടുള്ള ചില അലവൻസുകളൊക്കെ കൊടുക്കും. അപ്പൊ അതും എന്താണ്, സെക്ഷൻ 2 സബ്സെക്ഷൻ 24 പ്രകാരം ഇൻകം ആണ്. ദെൻ അതുപോലെ തന്നെ വാല്യൂ ഓഫ് എനി ബെനഫിറ്റ്സ് ഓർ പെർക്യുസൈറ്റ്സ് റിസീവ്ഡ് ബൈ എനി ഡയറക്ടർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഒരു ഡയറക്ടർ അയാൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് എന്തെങ്കിലും ബെനഫിറ്റ്സോ അല്ലെങ്കിൽ പെർക്യുസൈറ്റ്സോ കിട്ടുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ടറിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വീട് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള അലവൻസസ് ഒക്കെ ചില കമ്പനികൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എന്താണ്, ഇൻകം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വാല്യൂ ഓഫ് ബെനഫിറ്റ്സ് ഓർ പെർക്യുസൈറ്റ്സ് റിസീവ്ഡ് ബൈ റെപ്രസെന്റേറ്റീവ് അസസി. റെപ്രസെന്റേറ്റീവ് അസസി എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റൊരാളുടെ ഇൻകം സ്വന്തം പേരിൽ സ്വീകരിക്കുന്ന ആൾക്കാർ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മൈനറിന്റെ ഇൻകം ഡീൽ ചെയ്യുന്നത് ആരായിരിക്കും, ആ മൈനറിന്റെ ഗാർഡിയൻ ആയിരിക്കും. അപ്പൊ ആരാണോ ഇൻകം ഡീൽ ചെയ്യുന്നത്, മറ്റൊരാളുടെ ഇൻകം ആരാണോ ഡീൽ ചെയ്യുന്നത്, അപ്പൊ അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും ഈ ബെനഫിറ്റ്സോ അല്ലെങ്കിൽ പെർക്യുസൈറ്റ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ റെപ്രസെന്റേറ്റീവ് അസസി എന്ന് പറഞ്ഞാൽ അവരാണ്, അതായത് മറ്റൊരാളുടെ ഇൻകം ഡീൽ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ ഇൻകം എന്താണ്, ടാക്സബിൾ ആണ്, ടാക്സ് കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്, ഈ റെപ്രസെന്റേറ്റീവ് അസസിക്കാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ജനറേറ്റഡ് ഫ്രം എനി ബിസിനസ് ഓർ പ്രൊഫഷൻ, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്.
പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ, നമ്മൾ ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റ് വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെ, അപ്പൊ അതും എന്താണ്, ടാക്സബിൾ ആണ്. ദെൻ റിക്കവറി ഓഫ് ബാഡ് ഡെബ്റ്റ്സ്. ബാഡ് ഡെബ്റ്റ്സ് മീൻസ് എന്താ, നമ്മൾ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ചില കടങ്ങൾ അല്ലെ, ഡെബ്റ്റ്സുകൾ, അത് കിട്ടി, റിക്കവറി, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ ബാഡ് ഡെബ്റ്റ് ആയി എഴുതി തള്ളിയിട്ടുള്ള ഡെബ്റ്റ് കിട്ടി, അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതും എന്താണ്, ഇൻകം എന്നുള്ള കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ റീഫണ്ട് ഓഫ് എക്സൈസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി തിരിച്ചു കിട്ടി, റീഫണ്ട് ചെയ്തു, അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇൻകം ആണ്. അതുപോലെ തന്നെ ബാലൻസിങ് ചാർജ്, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ അസറ്റ്, ഒരു നമ്മുടെ അതായത് ഒരു ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ, അതിന്റെ റിട്ടേൺ ഡൗൺ, അത് വിൽക്കുമ്പോൾ അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ അതാണ് ഈ ബാലൻസിങ് ചാർജ് എന്ന് പറയുന്നത്, അതും എന്താണ്, ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ എനി ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ ആൻഡ് അതർ റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ പാർട്ട്ണർ ഓഫ് എ ഫേം. ഇപ്പൊ ഒരു ഫേമിന്റെ പാർട്ട്ണർ ഇൻട്രസ്റ്റോ, ആ ഒരു ഫേമിൽ നിന്ന് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ സാലറിയോ ബോണസോ കമ്മീഷനോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ചില ആൾക്കാർക്ക് ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിമുകളിൽ നിന്നൊക്കെ അവർക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടും, അല്ല പ്രൈസ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഹോഴ്സ് റൈസ്. അപ്പൊ ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറി, ലോട്ടറി അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം വഴിയോ, അതായത് ക്രോസ് വേർഡ് പസിൽസ് തുടങ്ങിയ ഗെയിംസുകൾ കളിച്ചിട്ട്, അതേപോലെ തന്നെ പ്ലേ കാർഡ്സ് വഴി, അതേപോലെ തന്നെ ഹോഴ്സ് റൈസ്, ഇപ്പൊ ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് അല്ലെ, അപ്പൊ അതും എന്താണ്, ഇൻകം, അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 24 പ്രകാരം ഇൻകം ആയിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ അസസ്മെന്റ് ഇയർ 2003 അസസ്മെന്റ് ഇയർ 2002-2003 ഈ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ഇൻകം ആണ്. അതുപോലെ തന്നെ നോക്കൂ, എമൗണ്ട് റിസീവ്ഡ് ഫ്രം എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഫണ്ട്. ഇപ്പോൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എംപ്ലോയി ഇൻഷുറൻസ് ആക്ട് പ്രകാരം അവർക്ക് കിട്ടുന്ന, അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ഫണ്ട് അവർക്ക് തിരിച്ചു കിട്ടുമ്പോൾ, അതുപോലെ തന്നെ ലേബർ വെൽഫെയർ ഫണ്ടിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ട് ഓർ സൂപ്പർ ആനുവേഷൻ ഫണ്ട് ഫോർ എംപ്ലോയീസ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം എന്താണ്, ഇൻകം എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ദെൻ അതുപോലെ തന്നെ പ്രോഫിറ്റ്സ് ഫ്രം സെയിൽ ഓഫ് ഇൻകം റിസീവ്ഡ് അണ്ടർ ഇമ്പോർട്ട് കൺട്രോൾ ഓർഡർ 1995, 1995 ഇമ്പോർട്ട് കൺട്രോൾ ഓർഡർ പ്രകാരം അത് ലൈസൻസുകൾ സെയിൽ ചെയ്യുമ്പോഴുള്ള പ്രോഫിറ്റ്സ്. അതുപോലെ തന്നെ ഇപ്പൊ ഗവൺമെന്റ് സബ്സിഡിയെ എക്സ്പോർട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലെ. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കയറ്റുമതി ചെയ്യുക. അപ്പൊ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് സബ്സിഡി ഈ എക്സ്പോർട്ടേഴ്സിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സബ്സിഡി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഇൻകം ആണ്. പിന്നെ അതുപോലെ തന്നെ സം റിസീവ്ഡ് എക്സീഡിങ് ₹15,000 ഫ്രം നോൺ റിലേറ്റീവ്സ്, അതായത് ഒരു നോൺ ബന്ധം അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് അല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് വെറുതെ ഒരു 50,000 മുകളിൽ, കൺസിഡറേഷൻ ഒന്നുമില്ലാതെ ഒരു 50,000 മുകളിൽ നമുക്കൊരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കീമാൻ ഇൻഷുറൻസ് പോളിസിയുടെ അണ്ടറിൽ നിന്ന് എന്തെങ്കിലും ഒരു സം കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇൻകം ആണ്. അതുപോലെ തന്നെ ഇൻകം ഷാൾ ഇൻക്ലൂഡ് ദി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് എനി ബിസിനസ് ഓഫ് ബാങ്കിങ് കാരിഡ് ഓൺ ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാരി ചെയ്യുന്ന ബാങ്കിങ് ബിസിനസ്സിൽ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിലുള്ള ബാങ്കിങ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം അതും എന്താണ്, ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ കാഷ്വൽ ഇൻകംസ്, കാഷ്വൽ ഇൻകം 10,000 വരെ ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. പക്ഷെ 10,000-നേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ എബോ ഡെഫിനിഷൻ
of income are not comprehensive. Besides the above item, other receipts and benefits are also treated as a incomes under Income Tax Act. അപ്പൊ നമ്മൾ ഒരുപാട് ഇൻകംസിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 2 സബ്സെക്ഷൻ 24 പ്രകാരം ഈ ഐറ്റംസുകളൊക്കെ ഇൻകം ആയിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ, ബേസിക് പ്രിൻസിപ്പിൾസ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻകം ടാക്സ് ആക്ടിലെ ഇൻകം എന്നതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല അല്ലെ. അതായത് എന്തൊക്കെയാണ് ഇൻകമായി കണക്കാക്കേണ്ടത് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഈ ടാക്സ് അടക്കുന്ന ആൾക്കാരൊക്കെ ടാക്സ് പേയേഴ്സ് അവരൊക്കെ എന്ത് ചെയ്യും, ഈ ഹൈക്കോർട്ടിന്റെ ചില ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ വിധിക്കനുസരിച്ചായിരിക്കും ഇത് ടാക്സബിൾ ഇൻകം ആണോ അല്ലെങ്കിൽ ഇത് എക്സംപ്റ്റഡ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ ഇൻകത്തിന്റെ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഇൻകത്തിന്റെ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ്, അതായത് ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഫീച്ചേഴ്സ്, സവിശേഷതകൾ അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കൂ, പീരിയോഡിക്കൽ മോണിറ്ററി റിട്ടേൺ ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്. ഒരു ഡെഫിനിറ്റ് സോഴ്സ്, അതായത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു പീരിയോഡിക്കൽ ഇൻകം, അതായത് ഇടയ്ക്കിടെ ഒരു ക്ലിയർ ആയിട്ട് ഓരോ പീരിയഡിലും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിറ്റ് സോഴ്സിൽ നിന്നും കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, രണ്ടാമത്തത് റെസീവ്ഡ് ഇൻ ക്യാഷ് ഓർ കൈൻഡ്. ഇപ്പൊ ഈ ഇൻകം എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് മാത്രം കിട്ടുന്നതിനെ നമ്മൾ ഇൻകം ആക്കുകയല്ല ചെയ്യുന്നത്. അതായത് ക്യാഷോ അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടോ നമുക്കിപ്പോ ഒരു സാധനങ്ങളായിട്ട് നമുക്ക് കിട്ടുകയാണ്, അതും എന്താണ് ഇൻകത്തിൽ ഉൾപ്പെടുത്തണം. ഇപ്പൊ ക്യാഷ് മാത്രമായിട്ട് കിട്ടുന്ന വരുമാനം മാത്രമല്ല ഇൻകത്തിൽ വരേണ്ടത്, കൈൻഡ് ആയിട്ട് കിട്ടുന്നതും അല്ലെ. അപ്പൊ അതായത് പണത്തിന്റെ മൂല്യത്തിൽ കണക്കാവുന്ന മോണിറ്ററി വാല്യൂല് നമുക്ക് അളക്കാൻ പറ്റുന്ന വസ്തുവിനെയും നമ്മൾ എന്തായി കണക്കാക്കും, ഇൻകമായി കണക്കാക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനി വക ഒരു എംപ്ലോയിക്ക് ഒരു കാറ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ അതൊക്കെ എന്താണ്, കൈൻഡ് ആണ്. അതെന്താണ് നമുക്ക്, പക്ഷെ അത് മോണിറ്ററി വാല്യൂവിൽ അസർട്ടൈൻ ചെയ്യാൻ പറ്റും, മണിയുടെ മൂല്യത്തിൽ നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ക്യാഷും കൈൻഡും നമുക്ക് ഇൻകമായിട്ട് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ദെൻ അടുത്തത് നോക്കൂ, ഇൻകം റെഗുലാരിറ്റി ആൻഡ് പീരിയോഡിസിറ്റി അല്ലെ. അതായത് വരുമാനം അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഓരോ പീരീഡിലും നമുക്ക് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ചില കേസുകളിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ഇത് പക്ഷെ ഒരു റെഗുലർ ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകാണോ? അല്ല, അത് ആ ഒരു വിൽക്കുന്ന സമയത്ത് മാത്രം കിട്ടുന്ന ഇൻകാണ്. പക്ഷെ അതും എന്താണ്, ഇൻകം എന്നുള്ള കാറ്റഗറിയിൽ വരും. പക്ഷെ സാധാരണ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്, ഇൻകം എന്ന് പറയുന്നത് പീരിയോഡിസിറ്റി ആൻഡ് റെഗുലാരിറ്റി, റെഗുലർ ആയിട്ട് ഒരു നിശ്ചിത പീരീഡിൽ വരുന്നതാണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കൽ മാത്രം കിട്ടിയ, അതായത് ക്യാപിറ്റൽ ഗെയിൻ പോലെ ഒരിക്കൽ മാത്രം കിട്ടുന്ന വരുമാനവും ചിലപ്പോൾ ഇൻകമായി കണക്കാക്കാറുണ്ട്, ചിലപ്പോൾ നല്ല ഇൻകമായി കണക്കാക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ നോക്കൂ, ഇൻകം ഇൻക്ലൂഡ്സ് എമൗണ്ട് ഡ്യൂ ഇവൻ ഈഫ് നോട്ട് റിസീവ്ഡ്. ഇപ്പൊ നമ്മള് ചിലപ്പോ ഇങ്ങനെ ഉണ്ടായിരിക്കും, നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ഇൻകം കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ കിട്ടും, കയ്യിൽ കിട്ടിയിട്ടില്ല, ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻകത്തിനെയും നമ്മൾ ഇൻകമായിട്ട് കണക്കാക്കണം. അതായത് ലഭിച്ചിട്ടില്ലെങ്കിലും ലഭിക്കാനുള്ള ഇൻകമായിട്ട് നമ്മൾ കണക്കാക്കണം. അതാണ് ഡ്യൂ ഓർ റിസീവ്ഡ് അല്ലെ. ദെൻ അടുത്തത് നോക്കൂ, അടുത്ത പ്രിൻസിപ്പിളിൽ എന്താണ് പറയുന്നത്, എക്സംപ്റ്റഡ് ഇൻകം ഈസ് സ്റ്റിൽ ഇൻകം അല്ലെ. എക്സംപ്റ്റഡ് ഇൻകം, അതായത് ഇപ്പോൾ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഇൻകം ആണ് എക്സംപ്റ്റഡ് ഇൻകം, ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇൻകം. പക്ഷെ അതെന്താണ്, ഇൻകം തന്നെയാണ് അല്ലെ. ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഇൻകവും ഇൻകമായിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തത് നോക്കൂ, ഓൺലി റിയൽ ഇൻകം
നോട്ട് ഫിക്ഷണൽ ഇൻകം അല്ലെ. അതായത് യഥാർത്ഥത്തിലുള്ള ഇൻകത്തിനെയാണ് നമ്മൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഫിക്ഷണൽ ഇൻകത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ദാറ്റ് മീൻസ് എന്താ, കൃത്രിമമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ കണക്കിൽ മാത്രം കാണിക്കാവുന്ന ഒരു ഇമേജിനറി ഇൻകം അല്ലെ, സാങ്കല്പികമായിട്ടുള്ള ഇൻകമോ അതിനെയൊന്നും നമ്മൾ ഇൻകം ആയിട്ട് കണക്കാക്കുന്നില്ല. റിയൽ ഇൻകത്തിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻകം ആയിട്ട് കണക്കാക്കുന്നുള്ളൂ. ദെൻ അതുപോലെ തന്നെ നോക്കൂ, ഇൻകം ഫ്രം ഔട്ട്സോഴ്സ് അല്ലെ. ഇൻകം എവിടെ നിന്ന് വരണം, അതായത് ഈ വരുമാനം പുറത്തു നിന്ന് വരണം. അതായത് സ്വന്തമായിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്നത് എന്താണ്, അതായത് അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാദർ അയാളുടെ മകന് പോക്കറ്റ് മണി ആയിട്ട് ക്യാഷ് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യില്ല. കാരണം എന്താണ്, അത് അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഇൻകം ആണ് അല്ലെ. പക്ഷെ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് പുറത്തുള്ള ഔട്ട്സൈഡിൽ നിന്ന് കിട്ടണം. ഓക്കെ, അതായത് വീടിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും പോക്കറ്റ് മണി കൊടുക്കുക അല്ലെങ്കിൽ അവർ പഠനാവശ്യത്തിന് എന്തെങ്കിലും ക്യാഷ് കൊടുക്കുക, ഇതൊന്നും വരുമാനമായിട്ട് കണക്കാക്കില്ല. ഓക്കെ, അടുത്ത പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്, ലീഗാലിറ്റി ഡസ് നോട്ട് മാറ്റർ. ഇപ്പൊ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള, അതായത് ഇത് വരുമാനം ലീഗൽ ആണോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആണോ എന്ന് നോക്കേണ്ട ആവശ്യം ഇല്ല. നിയമപരമായിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ഇൻകത്തിന്റെ മുകളിലും എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുക്കും വേണം. അപ്പോൾ ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പനിഷ്മെന്റും കിട്ടും. പക്ഷെ ടാക്സ് അവിടെ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻകം. ഇൻകത്തിന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്, 8ഓളം പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രിൻസിപ്പിൾസിന്റെ ബേസിൽ. ഒരു പീരിയോഡിക്കൽ മോണിറ്ററി റിട്ടേൺ ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്, ഒരു ഡെഫിനിറ്റ് സോഴ്സിൽ നിന്നായിരിക്കണം ഇൻകം വരേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടോ കിട്ടുന്നതൊക്കെ എന്താണ്, ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കും. ദെൻ റെഗുലാരിറ്റി, റെഗുലർ ആയിട്ട് നമുക്ക് കിട്ടണം. പക്ഷേ ക്യാപിറ്റൽ ഗെയിൻ പോലെ ഒറ്റത്തവണ കിട്ടുന്ന ഇൻകവും ഇൻകം തന്നെയാണ്. ദെൻ ഇൻകം ഇൻക്ലൂഡ്സ് എമൗണ്ട് ഡ്യൂ അല്ലെ, ഡ്യൂ ആയാലും കിട്ടാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. എക്സംപ്റ്റഡ് ഇൻകം, ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇൻകം സ്റ്റിൽ ഇൻകം. അതെന്താണ്, ടാക്സ് ഫ്രീ ആണെന്നുണ്ടെങ്കിലും അത് ഇൻകം തന്നെയാണ്. ദെൻ ഇൻകം എവിടെ നിന്ന് വരണം, ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് വരണം. ഫിക്ഷണൽ ഇൻകത്തിനെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓൺലി റിയൽ ഇൻകത്തിനെ മാത്രമേ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ലീഗാലിറ്റി ഡസ് നോട്ട് മാറ്റർ. ഇല്ലീഗൽ ആണെങ്കിലും ലീഗൽ ആണെന്നുണ്ടെങ്കിലും ഇൻകം ടാക്സ് അടക്കണം. ഓക്കെ, ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മറ്റ് നിയമവശങ്ങളും നേരിടേണ്ടി വരും. ക്ലിയർ? ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ, ഡെഫിനിഷൻ ഓഫ് പേഴ്സൺ. ആരാണ് പേഴ്സൺ അല്ലെ, അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 31 അല്ലെ. ഇപ്പൊ പേഴ്സൺ എന്ന് പറയുമ്പോ എന്താ, അതായത് ഒരു വ്യക്തി അല്ലെ, പേഴ്സൺ. ഇപ്പൊ എല്ലാ പേഴ്സൺസും ഈ ഇൻകം ടാക്സ് ആക്ട് 1961 പേഴ്സൺ എന്നുള്ള ആ ഒരു വേർഡിനെ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. ഇൻക്ലൂസീവ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കോർട്ടിന്റെ വിധി പ്രകാരം അതിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ കോർട്ടിന്റെ വിധികൾ ചിലപ്പോൾ ഈ പേഴ്സൺസിന്റെ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്താം. അപ്പൊ നോക്കൂ, ഈ പേഴ്സൺസ് അക്കോർഡിംഗ് ടു ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം പേഴ്സൺസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പേഴ്സൺ എന്നുള്ള ടേമില് താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാണ് പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്? അപ്പൊ നോക്കൂ, ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആരാണ്, ഇൻഡിവിജ്വൽ, എനി ഇൻഡിവിജ്വൽ അല്ലെ, ഒരു വ്യക്തികൾ അല്ലെ, അതായത് ഞാനോ നിങ്ങളോ ആയിട്ടുള്ള വ്യക്തികൾ. അതേപോലെ തന്നെ HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെ, നമ്മൾ ബിസിനസിന്റെ ഒരു ഫോമാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതേപോലെ തന്നെ കമ്പനി, അതുപോലെ തന്നെ ഫേം, പാർട്ണർഷിപ്പ് ഫേം ആവാം. ദെൻ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് അല്ലെ, അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ആൻഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ. പിന്നെ അതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് കൂടി ചേർന്നിട്ട് ഒരു ഒരു സ്ഥാപനം ഉണ്ട്. അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള അസോസിയേഷൻസ് അല്ലെ. അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി, ദാറ്റ് മീൻസ് നമ്മുടെ മുനിസിപ്പാലിറ്റി, അതേപോലെ തന്നെ
ഈ ഡിസ്ട്രിക്ട് ബോർഡ്, അതൊക്കെ ഈ ലോക്കൽ അതോറിറ്റിയിൽ വരും. ആൻഡ് ദെൻ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞ വിഭാഗങ്ങളിൽ ഒന്നും പെടാത്ത പക്ഷേ നിയമപരമായിട്ട് ഈ പേഴ്സണായി കണക്കാക്കപ്പെടുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അപ്പൊ ഈ ഒരു 7ഓളം കാറ്റഗറിയാണ് പേഴ്സൺ എന്നുള്ള ആ ഒരു ഡെഫിനിഷനിൽ വരുന്നത്. അപ്പോ ചില സാഹചര്യങ്ങളിൽ മൈനർ പോലും പേഴ്സൺ ആയിട്ട് കണക്കാക്കും. അത് ഒരു കോർട്ടിന്റെ വിധി പ്രകാരം ചിലപ്പോൾ മൈനറിനെയും ചിലപ്പോൾ പേഴ്സണായി കണക്കാക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും ആൾക്കാരാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അവർക്ക് കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് അടക്കാനുള്ളവർ. അപ്പൊ പേഴ്സൺ എന്ന് പറയുമ്പോൾ ആരാണ്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് അടക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ പേഴ്സണിൽ ഉൾപ്പെടുന്ന ആൾക്കാര്? സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം ദി ടേം പേഴ്സൺസ് ഇൻക്ലൂഡ് an individual, HUF, a company, a firm, an association of person or a body of individuals, local authority, every artificial judicial person. ഇത്രയും ആൾക്കാരാണ് ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം ടാക്സ് അടക്കേണ്ട ആൾക്കാർ. ഓക്കെ, അപ്പൊ അടുത്തൊരു ഭാഗം നോക്കൂ. ഡെഫിനിഷൻ ഓഫ് അസസ്സി സെക്ഷൻ 2 സബ്സെക്ഷൻ 7. അപ്പൊ ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 2 സബ്സെക്ഷൻ 7 ആണ് അസസ്സിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആരാണ് അസസ്സി എന്ന് പറയുമ്പോൾ? അസസ്സി എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് അടക്കേണ്ട വ്യക്തികളെയാണ് അസസ്സി എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യേണ്ടി വരും? അസസ്മെന്റ്, അവരുടെ ഇൻകത്തിന്റെ അസസ്മെന്റ് നടത്തണം അല്ലെ? ടാക്സ് അടക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് അസസ് ചെയ്യണല്ലോ. അപ്പൊ അസസ്സി എന്ന് പറയുമ്പോൾ ആരാണ്? ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ടാക്സ് അടക്കേണ്ട വ്യക്തികളാണ് അസസ്സി ആയിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ അസസ്സി ഇൻക്ലൂഡ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? അതായത് ഒരാൾ തന്റെ സെൽഫ് ഇൻകത്തിന്റെ, അയാളുടെ സ്വന്തമായിട്ടുള്ള ഇൻകത്തിന്റെ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവരെ നമുക്ക് എന്ത് വിളിക്കാം? അസസ്സി എന്ന് പറയാം. ദാറ്റ് മീൻസ് എവരി പേഴ്സൺ ഇൻ റെസ്പെക്ട് ടു whom proceeding have been started for the assessment of his income. അല്ലെ, അതായത് അയാളുടെ പേഴ്സണൽ ഇൻകത്തിന് അല്ലെങ്കിൽ സെൽഫ് ഇൻകത്തിന്റെ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ. ദെൻ രണ്ടാമത്തത് നോക്കൂ. ഈ രണ്ടാമത്തെ എന്താണ്? പേഴ്സൺ അസസബിൾ ഇൻ റെസ്പെക്ട് ഓഫ് അനദേഴ്സ് ഇൻകം അല്ലെങ്കിൽ അനദർ പേഴ്സൺസ് ഇൻകം അല്ലെ, അല്ലെങ്കിൽ എനി അതർ പേഴ്സൺസ് ഇൻകം. ദാറ്റ് മീൻസ് എന്താണ്? അതായത് ഒരു വ്യക്തി മറ്റുള്ളവരുടെ ടാക്സ്, മറ്റുള്ളവരുടെ വരുമാനത്തിന്റെ ടാക്സ് അടക്കേണ്ട സാധ്യതയുള്ള ആൾക്കാർ അല്ലെ. അതായത് മറ്റുള്ളവരുടെ വരുമാനം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാൾ മരിച്ചുപോയി, അപ്പൊ അയാളുടെ ടാക്സിന്റെ അയാളുടെ വരുമാനം അടക്കേണ്ടത് ആരായിരിക്കും? അയാളുടെ വരുമാനത്തിന്റെ ടാക്സ് അടക്കേണ്ടത് ആരായിരിക്കും? ആരാണോ ആ വരുമാനം നോക്കി നടത്തുന്ന ആൾക്കാർ അയാളായിരിക്കും അല്ലെ. അപ്പോ മറ്റുള്ളവരുടെ വരുമാനം ഇൻകത്തിനെ അസസ് ചെയ്യുന്ന ആൾക്കാർ, അപ്പൊ അവരും എന്താണ്? അസസ്സിയാണ്. ദാറ്റ് മീൻസ് എവരി പേഴ്സൺ ഹു ഈസ് അസസബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓഫ് എനി അതർ പേഴ്സൺസ് അല്ലെ, മറ്റുള്ള വ്യക്തികളുടെ ഇൻകത്തിന്റെ അസസ്മെന്റ് നടത്തുന്ന ആൾക്കാർ. ദെൻ അടുത്ത് നോക്കൂ, എ പേഴ്സൺ എൻടൈറ്റിൽഡ് ടു എ റീഫണ്ട് ഓഫ് ടാക്സ്, അതായത് റീഫണ്ട് കിട്ടുന്ന ആൾക്കാര്. ഇപ്പൊ റീഫണ്ട് കിട്ടേണ്ടവരും എന്താണ്? അസസ്സി ആയിട്ട് കണക്കാക്കും. ടാക്സിന്റെ റീഫണ്ട് കിട്ടേണ്ടവരും അസസ്സി ആയിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? എ പേഴ്സൺ ഡീംഡ് ആസ് എ അസസ്സി അണ്ടർ ദിസ് ആക്ട്. ദാറ്റ് മീൻസ് ഡീംഡ് അസസ്സി എന്ന് പറയുമ്പോൾ ആരാണ്? ചിലപ്പോ അസസ്സി അല്ല എന്നുണ്ടെങ്കിലും ഇൻകം ടാക്സ് പറയുന്നതിനാൽ അസസ്സി ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ അതും ആരാണ്? ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മരിച്ച അസസ്സിന്റെ വരുമാനത്തിന്റെ അവകാശികൾ, അവര് ആക്ച്വലി ഈ ഒരു അസസ്സി അല്ല, പക്ഷെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അവരാണ് ആ ഒരു ഇൻകം യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തതിൽ എന്താ നമ്മൾ പറഞ്ഞത്? മറ്റുള്ളവരുടെ, അതായത് രണ്ടാമത്തെ കേസിൽ പറയുമ്പോൾ മറ്റുള്ള വ്യക്തികളുടെ ഇൻകം അസസ് ചെയ്യുന്ന ആൾക്കാര്. വ്യത്യാസം മനസ്സിലാക്കണം. രണ്ടാമത്തതിൽ പറയുന്നത് എന്താണ്? എവരി പേഴ്സൺ ഹു ഈസ് അസസിബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ അല്ലെ, മറ്റുള്ളവരുടെ ഇൻകം അസസ് ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ഇതിലെന്താ? നാലാമത്തതിൽ എന്താ പറയുന്നത്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അസസ്സി അല്ലെങ്കിലും അസസ്സി ആയി കണക്കാക്കുന്ന ആൾക്കാർ അല്ലെ. ഇപ്പൊ മരിച്ചുപോയ ഒരാളുടെ ഇൻകം അതിന്റെ അവകാശികൾക്കാണ് പിന്നീട് അത് കിട്ടുക.
പക്ഷെ അവര് പറയാണ് ഞങ്ങൾ ടാക്സ് അടക്കില്ല, ഇത് എന്റെ ഇൻകം അല്ല എന്ന് അവർക്ക് പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ല. കാരണം നിയമപ്രകാരം അതിന്റെ അവകാശികൾ അവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ആക്ട് പറയും നിങ്ങൾ അസസി ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീംഡ് അസസി എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കൂ, എ പേഴ്സൺ ഡീംഡ് ടു ബി അസസി ഇൻ ഡീഫോൾട്ട് അല്ലെ, അതായത് ടാക്സ് അടക്കുന്നതിൽ നിയമലംഘനം നടത്തിയിട്ടുള്ള ആൾക്കാരെയും നമ്മൾ അസസി ആയിട്ട് കണക്കാക്കും. അപ്പൊ ഈ അസസി എന്ന് പറയുന്ന ഇത്രയും ആൾക്കാരാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരം അസസ്മെന്റ്, സ്വന്തം ഇംഗത്തിന്റെ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരും മറ്റുള്ളവരുടെ ഇംഗത്തിന്റെ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വരുമാനത്തിൽ ബാധ്യതയുള്ള ആൾക്കാർ അല്ലെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പേഴ്സണ് ടാക്സിന്റെ റീഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവരെന്താണ്, ടാക്സ് അടക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അവരും അസസിയാണ്. പിന്നെ അതുപോലെ തന്നെ ഡീംഡ് അസസി, ടാക്സ് ആക്ട് പ്രകാരം അസസി ആയിട്ട് കണക്കാക്കുന്നവർ. ദെൻ ലാസ്റ്റ് വൺ, ഡീഫോൾട്ട് ഇൻ പേയ്മെന്റ് ഓഫ് ടാക്സ് അടക്കുന്നതിൽ എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുള്ളവരും എന്താണ്, അസസി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു അസസി ഇൻ ഡീഫോൾട്ട്. എന്താണ് ഈ അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്? അപ്പൊ ആരെയാണ് നമ്മൾ ഈ ടാക്സ് ഡീഫോൾട്ട് വരുത്തുന്നവർ അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ടാക്സ് അടക്കുന്നതിൽ ഡീഫോൾട്ട് വരുത്തി എന്ന് പറയുക? നോക്കൂ, ഇവിടെ അസസി ഇൻ ഡീഫോൾട്ടിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഫെയിൽസ് ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ്. അതായത് ഈ TDS, നമ്മളിപ്പോ നമ്മുടെ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് TDS കുറക്കണം. അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് അടക്കേണ്ട ഭാഗം നമ്മൾ എന്താണ് ചെയ്യണം. അതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പൊ അതെന്ത് ചെയ്യാണ്, അത് ചെയ്യാതെ വിടുന്നത്. ഇപ്പൊ അതായത് ഈ who is liable to TDS but does not do so. TDSന് ബാധ്യസ്ഥരാണ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ദാറ്റ് മീൻസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് TDS ചെയ്യേണ്ടത് നിർബന്ധമാണ്. ബാധ്യതയുള്ള ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ അത് ചെയ്യാതെ വിടുന്നവർ അവരാരാണ്, ഡീഫോൾട്ട് വരുത്തിയവരാണ്. അതേപോലെ തന്നെ ഡിഡക്ട് ടാക്സ് ബട്ട് നോട്ട് ഡെപ്പോസിറ്റ് ഇറ്റ്. ടാക്സ് ഡിഡക്റ്റഡ് മീൻസ് TDS ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഗവൺമെന്റിലേക്ക് അത് അടച്ചിട്ടുണ്ടാവില്ല. അവരുടെ ഇൻകത്തിൽ നിന്ന് TDS ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഗവൺമെന്റിലേക്ക് അത് അടച്ചിട്ടുണ്ടാവില്ല. ദെൻ അടുത്തത് അതേപോലെ തന്നെ ഫെയിൽസ് ടു പേ അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെന്റ് ഓൺ ടൈം. അതായത് ഈ ടാക്സ് ഇൻസ്റ്റാൾമെന്റ് അടക്കേണ്ട സമയമായിട്ടും അടക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെയും നമ്മൾ എന്ത് പറയും, അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയും. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ, പാൻ നമ്പർ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പാൻ അല്ലെ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്റെ അസസിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അസസീനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അസസി എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം അല്ലെ, അസസി എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് അടക്കാൻ ബാധ്യതയുള്ളവരെയാണ് നമ്മൾ അസസി എന്ന് വിളിക്കുന്നത്. ഈ അസസിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമെറിക്കൽ കോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാൻ എന്ന് വിളിക്കുന്നത്. അതായത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ. അപ്പൊ ഇവിടെ ഈ പാൻ എടുക്കേണ്ടവർ ആരൊക്കെയാണ്? അതായത് ടാക്സ് അടക്കുന്നവർ എന്തായാലും പാൻ എടുക്കണം. അപ്പൊ അതല്ലെങ്കിൽ മറ്റൊരാളുടെ പേരിൽ ടാക്സ് അടക്കുകയാണെന്നുണ്ടെങ്കിലും സ്വന്തം പേരിൽ ടാക്സ് അടക്കുകയാണെന്നുണ്ടെങ്കിലും പാൻ കാർഡ് എടുക്കണം. അതേപോലെ തന്നെ ഇപ്പൊ ഇൻകം ടാക്സ് റിട്ടേൺ ആദ്യമായിട്ട് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ആദ്യമായിട്ട് സമർപ്പിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ, അപ്പൊ അയാൾക്ക് പാൻ കാർഡ് ഇല്ലെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 49A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോം ഉണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫോം ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ബിസിനസ് നടത്തുന്നവർ അവരുടെ ആനുവൽ ഇൻകം 50,000 രൂപയിൽ കൂടുതലാണെങ്കിൽ പാൻ എടുക്കല് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഒരു അസസിംഗ് ഓഫീസർ, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ടാക്സ് അസസ് ചെയ്യുന്ന ഓഫീസർ പറയാണ് അയാളുടെ അഭിപ്രായത്തില് ഇൻകം ടാക്സ് അടക്കാൻ ബാധ്യതയുള്ള എല്ലാ ആൾക്കാർക്കും എന്ത് വേണം, ഈ പാൻ കാർഡ് വേണം. അപ്പൊ പാൻ കാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ അസസീനെ, ഇൻകം ടാക്സ് അടക്കാനുള്ള അസസീനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതൊരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക്കൽ കോഡാണ്. അപ്പൊ നോക്കൂ, ആരാണ് ഈ പാൻ ഇഷ്യൂ ചെയ്യുന്നത്? CBDT, ദാറ്റ് മീൻസ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. CBDT ആണ് ഈ 10 ഡിജിറ്റ് പാൻ
എന്താണ് ഈ 10 ഡിജിറ്റ് പാൻ സ്കീം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ പഴയ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരുന്നവർ പോലും ഈ പുതിയ സീരീസിലുള്ള പാൻ കാർഡ് എടുക്കൽ നിർബന്ധിതരായി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രകാരം ഈ പാൻ കാർഡ് ഈ ITR മീൻസ് എന്താണ്, ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ഈ പാൻ കാർഡ് വേണം. അതേപോലെ തന്നെ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മറ്റ് കറസ്പോണ്ടൻസിലൊക്കെ ഈ പാൻ കാർഡ് യൂസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഈ CBDT അല്ലെ, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് നിർദ്ദേശിക്കുന്ന ഇടപാടുകളിലും ഈ പാൻ കാർഡ് വേണം. ഇപ്പൊ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വലിയ വലിയ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ വലിയ പ്രോപ്പർട്ടി വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകളിൽ 50,000-ൽ കൂടുതലുള്ള ബാങ്ക് ട്രാൻസാക്ഷൻസിലൊക്കെ എന്ത് യൂസ് ചെയ്യണം, പാൻ കാർഡ് കോട്ട് ചെയ്യണം. അപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നമ്പറാണ് ഈ പാൻ കാർഡ് നമ്പർ, അല്ലെങ്കിൽ പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പെർമനന്റ് അക്കൗണ്ട് നമ്പർ, അതിന് 10 ഡിജിറ്റ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക്കൽ കോഡാണ് ഇതിനുണ്ടാവുന്നത്. അപ്പൊ ടാക്സ് അടക്കാൻ ബാധ്യത ഉള്ളവരൊക്കെ എന്ത് യൂസ് ചെയ്യണം, ഈ പാൻ കാർഡ് യൂസ് ചെയ്യണം. അതായത് അവർ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന ബാക്കി ചാപ്റ്ററുകളിലൊക്കെ എപ്പോഴും കേൾക്കുന്ന 2 വേർഡുകളാണ് അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും. എന്താണ് ഈ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്? അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് ദി പീരീഡ് ഓഫ് 12 months commencing on the April 1st to 31st March. അതായത് അസസ്മെന്റ് ഇയർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 9 ആണ്. അതിൽ അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഇയർ ആണ്. അതായത് April 1st മുതൽ 31st March വരെയുള്ള ഒരു 12 months പീരീഡ് ആണ്, അല്ലെങ്കിൽ ഒരു കാലയളവിനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻകം അസസ് ചെയ്യുന്ന ഇയർ ആണ്. അപ്പൊ നമ്മുടെ ഒരു വ്യക്തിയുടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2019 to 2021, 2019 മുതൽ 2020 വരെ ഞാൻ ഏൺ ചെയ്ത ഇൻകം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 2020 to 2021. ഓക്കെ, 2021. അപ്പൊ ഇവിടെ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് കഴിഞ്ഞ വർഷത്തെ ഞാൻ ഒരു വ്യക്തി ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിനെ അത് ഇൻകം ടാക്സ് അടക്കേണ്ടത് നെക്സ്റ്റ് ഇയറിലാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു വ്യക്തിയുടെ ഇൻകം അസസ് ചെയ്യുന്ന ഇയർ ആണെന്ത്, അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2020 അസസ്മെന്റ് ഇയർ 2020-21 എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും? അതായത് 2020-21 അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ മീനിങ് എന്താണ്? അതായത് 1st April 2022 31st March 2021. ഓക്കെ, അതാണ് ആ ഒരു കാലയളവ്. ഓക്കെ, അപ്പൊ ഇവിടെ അതായത് സാധാരണ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസസ്മെന്റ് ഇയറിലാണ്, നെക്സ്റ്റ് ഇയറിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ നോക്കൂ, 2019 to 2020 വരെയുള്ള പ്രീവിയസ് ഇയറിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസസ്മെന്റ് ഇയർ 2020 to 2021. ഓക്കെ, അപ്പോ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിന്റെ കമ്പ്യൂട്ടേഷൻ അസസ്മെന്റ് നടക്കുന്നത് നെക്സ്റ്റ് ഇയറിലാണ്. അപ്പൊ അങ്ങനെ ആ നെക്സ്റ്റ് ഇയറിനെ വിളിക്കുന്ന പേരാണ് അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ സാധാരണഗതിയിൽ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിന്റെ മുകളിലാണ് ഈ
അസസ്മെന്റ് ഇയറിൽ ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 2019 to 20 വർഷത്തെ ഇൻകത്തിന്റെ മുകളിലാണ് അതായത് ഈ വർഷം കിട്ടിയിട്ടുള്ള ഇൻകത്തിന്റെ ടാക്സ് നമ്മൾ അടക്കേണ്ടത് എന്നാണ് 2020 to 2021. ഓക്കെ, അതായത് അതായത് പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുള്ള ഇൻകത്തിനെ അസസ് ചെയ്യുന്നതാണ് 2020 to 2021 കാലഘട്ടത്തിലാണ് അല്ലെ, അതായത് ആ ഒരു ഇയറിലാണ്. അപ്പൊ ഏത് വർഷമാണോ ഒരാളുടെ ഇൻകം അസസ് ചെയ്യുന്നത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അസസ് ചെയ്യുന്നത്, ആ വർഷത്തിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അയാൾ ആക്ച്വലി ഏത് ഇയറിലാണ് അയാൾ ഇൻകം ഏൺ ചെയ്തത്, അതിന് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയും. അപ്പൊ ഈ പ്രീവിയസ് ഇയറിലെ ഇൻകം നെക്സ്റ്റ് ഇയറിലാണ് അസസ് ചെയ്യുന്നത്. ആ നെക്സ്റ്റ് ഇയറിന് പറയുന്ന പേരാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ അങ്ങനെയാണ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. പക്ഷെ ചില കേസുകളിൽ പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുള്ള ഇൻകം ആ ഒരു ഇയറിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ അസസ് ചെയ്യും. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്, അതായത് 1st ഏപ്രിൽ മുതൽ 31st മാർച്ച് വരെ വരുന്ന ഒരു 12 മന്ത് പീരീഡിനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കുക, പ്രീവിയസ് ഇയർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. PY അല്ലെ, സെക്ഷൻ 3യിലാണ് പ്രീവിയസ് ഇയറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് SSC ആക്ച്വലി ഇൻകം ഏൺ ചെയ്ത ഇയറിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അസസ്മെന്റ് ഇയറിന് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയർ ആണ് എന്ത്, പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയറിന് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയർ ആണ് പ്രീവിയസ് ഇയർ. അപ്പൊ ഇൻകം ടാക്സ് പ്രീവിയസ് ഇയറിൽ സമ്പാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിന് അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് ചുമത്തുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ പ്രീവിയസ് ഇയറിനെ ഫിനാൻഷ്യൽ ഇയർ എന്നൊക്കെ വിളിക്കും. ഓക്കെ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്നൊക്കെ വിളിക്കും. അപ്പൊ പ്രീവിയസ് ഇയറിനെ ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിങ് ഇയർ അങ്ങനെ 2 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അസസ്മെന്റ് ഇയർ 2020 to 2021 എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് 1st April 2020 മുതൽ 31st March 2021 വരെ, അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ഇയർ. അപ്പൊ അതിന്റെ പ്രീവിയസ് ഇയർ എങ്ങനെയായിരിക്കും, 2019 to 2020. ദാറ്റ് മീൻസ് 1st April 2019 to 31st March 2020. അപ്പൊ ഈ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകം അസസ്മെന്റ് ഇയറിലാണ് ഇൻകം ടാക്സ് അസസ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രീവിയസ് ഇയറിന്റെ ഇൻകത്തിന്റെ ടാക്സ് അടക്കുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ്, ദാറ്റ് മീൻസ് അസസ്മെന്റ് ഇയറിലാണ്. ഓക്കെ, അപ്പൊ ആ 2 ടേം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ, ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ പ്രീവിയസ് ഇയറിനെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്യണം. അതിൽ ഒന്നാമത്തതാണ് പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ അതെന്താണ്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അസസ്മെന്റ് ഇയറിന് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയർ അല്ലെ, അതിനെ നമ്മൾ എന്ത് വിളിക്കും, പ്രീവിയസ് ഇയർ എന്ന് വിളിക്കും. ഓക്കെ, അതായത് പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതും പ്രീവിയസ് ഇയർ ആണ്. ദാറ്റ് മീൻസ് അസസ്മെന്റ് ഇയറിന് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. അതായത് പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാലും പ്രീവിയസ് ഇയർ എന്നൊക്കെ പറഞ്ഞാലും ഒക്കെ സെയിം ആണ്. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, പ്രീവിയസ് ഇയർ ഫോർ എവരി സോഴ്സ് ഓഫ് ഇൻകം. പ്രീവിയസ് ഇയർ ഫോർ എവരി സോഴ്സ് ഓഫ് ഇൻകം. ഇപ്പൊ ഇവിടെ 1987 ഡയറക്റ്റ് ടാക്സ് അമെൻമെന്റ് ആക്ടിന് മുമ്പ് അസസിക്ക് ഒരു ദിവാലി ഇയർ അല്ലെങ്കിൽ കലണ്ടർ ഇയർ, അപ്പൊ അങ്ങനെയുള്ള ഡേറ്റുകളൊക്കെയാണ് പ്രീവിയസ് ഇയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞല്ലോ എന്ത്, പ്രീവിയസ് ഇയർ എന്ന് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതായത് ഇപ്പോ 1st April മുതൽ 31st March വരെയുള്ള ആ ഒരു 12 മന്ത് കാലാവധിയെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, ഒരു പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ എന്നൊക്കെ വിളിക്കുന്നത് അല്ലെ. അപ്പൊ അതിനൊരു എന്താണ്, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് അവിടെ പറയുന്നുണ്ട്. പക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു, ഏതെങ്കിലും ഒരു 12 മാസം, ഇപ്പൊ നമ്മൾ പറയില്ല ഒരു ദിവാലി ഇയർ അല്ലെങ്കിൽ ഒരു കലണ്ടർ ഇയർ, അപ്പൊ അങ്ങനെയായിരുന്നു ഈ
എന്താണ് ഈ അസസ്മെന്റ് ഇയറും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ് ഈ അസസ്മെന്റ് ഇയർ 1989 മുതൽ 90 മുതൽ എല്ലാ ഇംഗത്തിനും ഒരേ രീതിയിൽ പ്രീവിയസ് ഇയർ കണക്കാക്കണം എന്ന് പറയുന്നു. ഇപ്പൊ എന്താണ്, ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെ ഉള്ള ആ ഒരു 12 മന്ത് പീരീഡിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് അക്കൗണ്ടിങ് ഇയർ അല്ലെ. അതായത് ഇപ്പോ ചില അസസീസ് ഈ കലണ്ടർ ഇയർ നോക്കും അല്ലെ. കലണ്ടർ ഇയർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ജനുവരി 1 മുതൽ 31 ഡിസംബർ വരെ അങ്ങനത്തെ ബേസിസിലായിരിക്കും അക്കൗണ്ടുകൾ സൂക്ഷിച്ചു വെക്കുക. അതായത് അവര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുകളൊക്കെ തയ്യാറാക്കുന്നത് ഡിസംബർ 31 അങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഇവിടെ 31 മാർച്ച് വരെ ഉള്ള അക്കൗണ്ടുകൾ പ്രത്യേകം തയ്യാറാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്ത് ചെയ്തു, ബിസിനസ് എന്ത് ചെയ്തു, ഇപ്പോ നമ്മളിപ്പോ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിങ് ഇയർ നമ്മൾ സെലക്ട് ചെയ്തു. ജനുവരി 1 മുതൽ 31 ഡിസംബർ വരെ ഉള്ള ഒരു അക്കൗണ്ടിങ് ഇയർ നമ്മൾ ചൂസ് ചെയ്തു. പക്ഷെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും എങ്ങനെയാണ്, ഏത് വരെയുള്ള കാലഘട്ടം നോക്കുക, 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെ. അപ്പൊ എന്ത് ചെയ്തു, ഈ അക്കൗണ്ടന്റുമാർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ ഒരു ഇയറിലുള്ള അക്കൗണ്ടുകൾ സൂക്ഷിച്ചു വെക്കൽ നിർബന്ധമായി. അപ്പൊ അവർക്ക് എന്താണ്, ഒരു ഡബിൾ വർക്കായി അല്ലെ. അപ്പൊ അവർ ഈ ഡബിൾ വർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരും എന്താക്കി മാറ്റി, അവരുടെ അക്കൗണ്ടിങ് 1 ഏപ്രിൽ മുതൽ 31 വരെയുള്ള അടിസ്ഥാനത്തിലുള്ള ഒരു അക്കൗണ്ടിങ് പീരീഡ് അവരും ഫോളോ ചെയ്തു. അപ്പൊ അതാണ് എന്ത്, സെപ്പറേറ്റ് അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. അതായത് സെപ്പറേറ്റ് അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻകം അതായത് ജനുവരി മുതൽ ഡിസംബർ വരെ കലണ്ടർ ഇയറിലുള്ള അക്കൗണ്ടിങ് പീരീഡ് അവർക്ക് ഫോളോ ചെയ്യാം. ദെൻ അടുത്ത് നോക്കൂ, പ്രീവിയസ് ഇയർ ഫോർ ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ്. ഇപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷൻ അത് ഒരു ഹാഫിലൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവര് ഒരു ജൂൺ 1 വിചാരിക്കുക. ജൂൺ 1 എന്നുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെയായിരിക്കും അവരുടെ ഇൻകം കണക്കാക്കുക? അതായത് എന്നാണോ അത് തുടങ്ങിയത്, ഏത് മന്താണോ അവർ തുടങ്ങിയത്, അതു മുതൽ 31 മാർച്ച് വരെയുള്ള ആ ഒരു പീരിയഡിനെ പ്രീവിയസ് ഇയർ ആയി കണക്കാക്കും. ഓക്കെ, അപ്പൊ ഒരു ജൂണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂലി ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതായത് 1 ജൂൺ മുതൽ 31 മാർച്ച് വരെയുള്ള കാലഘട്ടം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ഫോർ ന്യൂ സോഴ്സ് ഓഫ് ഇൻകം. ഇപ്പൊ പുതിയൊരു ഇൻകം വരുമാന ഉറവിടം ആരംഭിക്കുന്ന തീയതി, അത് ആരംഭിക്കുന്നത് മുതൽ 31 മാർച്ച് വരെ പ്രീവിയസ് ഇയർ ആയി കണക്കാക്കും. ദാറ്റ് മീൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണോ ആ ഇൻകത്തിന്റെ ആ സോഴ്സ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ എപ്പോഴാണോ ആ ഇൻകം കിട്ടിത്തുടങ്ങിയത്, അത് മുതൽ കിട്ടിത്തുടങ്ങിയത് മുതൽ 31 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിനെ അത് പ്രീവിയസ് ഇയർ ആയിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ ആയിട്ട് കണക്കാക്കും. ദെൻ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഫോർ അൺഡിസ്ക്ലോസ്ഡ് മണി. അതായത് ഈ ഇൻകം ടാക്സ് ഓഫീസർ ഒരു അസസിയുടെ അക്കൗണ്ടില് അൺഎക്സ്പ്ലെയിൻഡ് മണി, സോഴ്സ് ഇല്ലാത്ത ഒരു മണി കണ്ടുപിടിച്ചു. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോ അത് അസസിയുടെ ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കും. അപ്പൊ അത്തരം ഇൻകത്തിന്റെ പ്രീവിയസ് ഇയർ ആകുന്നത് ആ ബിസിനസിന്റെ പ്രീവിയസ് ഇയർ ഏതാണോ, അതായത് ഒരു ബിസിനസിന്റെ അൺഎക്സ്പ്ലെയിൻഡ് മണി, അതായത് സോഴ്സ് ഇല്ലാത്ത ഒരു പണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി. അപ്പൊ അതിന്റെ മുകളിൽ ആര് ടാക്സ് അടക്കണം? ഈ അസസി ടാക്സ് അടക്കേണ്ടി വരും. പക്ഷേ അത് ഏത് ഇയറിലായിരിക്കും അടക്കേണ്ടത്? ഈ ബിസിനസിന്റെ പ്രീവിയസ് ഇയർ ഏതാണോ ആ പ്രീവിയസ് ഇയറിന്റെ കൂടെ എന്ത് ചെയ്യും? ഈ അൺഎക്സ്പ്ലെയിൻഡ് മണി ആഡ് ചെയ്യും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഫോർ ഷെയർ ഇൻ ഫേംസ് പ്രോഫിറ്റ്. അതായത് പ്രീവിയസ് ഇയർ ഫോർ ദി ഷെയർ ഇൻ ഫേംസ് പ്രോഫിറ്റ് അല്ലെ. പ്രീവിയസ് ഒരു പാർട്ട്ണറിന് ഒരു ഫേമിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ആ ഒരു ഫേമിന്റെ പ്രീവിയസ് ഇയർ ആയിരിക്കും. അതായത്
ഒരു ഫേമിൽ നിന്ന് ഒരു പാർട്ട്ണറിന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഫേമിന്റെ പ്രീവിയസ് ഇയർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസുകൾ. ഓക്കെ, അടുത്തൊരു പാർട്ടാണ് ടാക്സേഷൻ ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ഇൻകം ഡ്യൂറിങ് ദി സെയിം ഇയർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, സാധാരണഗതിയിൽ പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഇൻകത്തിന്റെ ടാക്സ് അടക്കേണ്ടത് അല്ലെങ്കിൽ ടാക്സ് അസസ് ചെയ്യുന്നത് അസസ്മെന്റ് ഇയറിലാണെന്ന് പറഞ്ഞു. അതായത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ചില കേസുകളിൽ പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഇൻകത്തിന് അതേ ഇയറിൽ തന്നെ ടാക്സ് അടക്കേണ്ട ചില കേസുകളുണ്ട്. ആ കേസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഇൻകം ഓഫ് നോൺ റെസിഡൻഷ്യൽ ഷിപ്പിംഗ് കമ്പനീസ്, സെക്ഷൻ 172 അല്ലെ. എന്താ ഇവിടെ പറയുന്നത്? അതായത് നോൺ റെസിഡൻഷ്യൽ ഷിപ്പിംഗ് കമ്പനി. ഇപ്പൊ ഇവിടെ ഒരു നോൺ റെസിഡൻഷ്യൽ ഷിപ്പിംഗ് കമ്പനി ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയിൽ നിന്നുള്ള ഗുഡ്സ് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ അവർക്ക് ലഭിക്കുന്ന ഫ്രൈറ്റ് ചാർജ് ഉണ്ടാവല്ലോ, ഫ്രൈറ്റ് ഇൻകം ആ പ്രീവിയസ് ഇയർ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ടാക്സ് ചെയ്യണം. അപ്പോ ഷിപ്പ് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ എന്ത് കൊടുക്കണം? മാസ്റ്റർ ഓഫ് ഷിപ്പ് റിട്ടേൺ സമർപ്പിക്കണം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഫ്രൈറ്റ് പ്ലസ് മറ്റു ചാർജുകൾ അല്ലെ, അതായത് 7.5% ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കും. അതായത് അതേ വർഷം തന്നെ ടാക്സ് അടക്കണം. അതിനെയാണ് ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 172 പറയുന്നത് ഒരു അസസിംഗ് ഓഫീസർ ഒരു നോൺ റെസിഡൻഷ്യൽ ഷിപ്പിംഗ് കമ്പനി ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെയും ഗുഡ്സും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് എന്ത് ചെയ്യണം? ആ ഒരു വർഷം തന്നെ അവർക്ക് ഫ്രൈറ്റ് ചാർജ് ആയിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻകത്തിന്റെ മുകളിൽ എന്ത് കൊടുക്കണം? ഈ ടാക്സ് അവർ അടക്കണം. ഓക്കെ, അപ്പൊ അതില് ഒരു 7.5% ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കിയിട്ട് അതേ ഇയറിൽ തന്നെ ടാക്സ് അടക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് നോക്കൂ, ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിംഗ് ഇന്ത്യ, സെക്ഷൻ 174. ഇപ്പൊ ഇവിടെ എന്താണ്? ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് ലീവ് ചെയ്യാണ്. അപ്പോൾ ലീവ് ചെയ്യാനും പിന്നീട് അയാൾക്ക് തിരികെ വരാനുമുള്ള ഉദ്ദേശം ഇല്ല എന്ന് അസസിംഗ് ഓഫീസറിന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ ഇൻകത്തിന്റെ മുകളിൽ ആ ഒരു വർഷം തന്നെ പ്രീവിയസ് ഇയറിൽ തന്നെ എന്ത് ചെയ്യണം? അതായത് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടുള്ള ഇൻകത്തിന്റെ മുകളിൽ ആ വർഷം തന്നെ ടാക്സ് ചെയ്യേണ്ടി വരും. അതായത് പ്രീവിയസ് ഇയർ കഴിഞ്ഞ ഡേ മുതൽ ഡിപ്പാർച്ചർ വരെ, അതായത് അയാൾ പുറപ്പെടുന്നത് വരെ എന്ത് ചെയ്യണം? അതുവരെയുള്ള ഇൻകത്തിന്റെ ടാക്സ് ആ ഇയറിൽ തന്നെ അയാൾ അടക്കേണ്ടി വരും. അതേപോലെ തന്നെ അടുത്തത് നോക്കൂ, ഇൻകം ഓഫ് ആൻ AOI അല്ലെ. അതായത് ഇവിടെ ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതേപോലെ തന്നെ BOI, അതായത് ഇവിടെ ഇൻകം ഓഫ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ ഇവന്റ് ഓർ പർപ്പസ്, സെക്ഷൻ 174A. ഇപ്പൊ ഇവിടെ എന്താണ്? ടെമ്പററി ആയിട്ട് ഏതെങ്കിലും ഒരു അസോസിയേഷനോ ഇവന്റോ, അതായത് ഒരു AOP BOI, ദാറ്റ് മീൻസ് ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഈ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇവരൊരു കുറഞ്ഞ കാലത്തേക്ക് ഒരു ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഇവന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു അസസ്മെന്റ് ഇയറിൽ അത് ഡിസോൾവ് ചെയ്യപ്പെടുമെന്ന്, ദാറ്റ് മീൻസ് അവർ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഇവന്റ് ആ ഒരു അസസ്മെന്റ് ഇയറിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇയറിൽ തന്നെ അത് ഡിസോൾവ് ചെയ്യും, മീൻസ് അത് ഡിസൊല്യൂഷൻ ചെയ്യും, അടച്ചു പൂട്ടി പോകുമെന്ന് അസസ്മെന്റ് ഓഫീസറിന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൊല്യൂഷൻ വരെ ഉണ്ടായ ഇൻകം അതേ വർഷം തന്നെ ടാക്സ് ചെയ്യും. ഓക്കെ,
അതേപോലെ തന്നെ എ പേഴ്സൺ ട്രൈങ് ടു അലിനേറ്റ് അസറ്റ്സ് സെക്ഷൻ 174, അതായത് ഒരാള് തന്റെ അസറ്റ് വിറ്റ് അല്ലെങ്കിൽ അത് മാറ്റുകയോ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യുക, ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. അതായത് അയാൾ വിറ്റൊഴിവാക്കി ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾ അത് വിൽക്കുകയോ അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുകയോ എന്ന് അസസ്മെന്റ് ഓഫീസറിന് തോന്നിയാൽ അതേ വർഷം തന്നെ ആ അസസിയുടെ മുകളിൽ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് ചെയ്യും. അപ്പോൾ അസസി എന്ത് ചെയ്യും? ഒരു ഡിമാൻഡ് നോട്ടീസ് നൽകിയിട്ട് ആ ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട് അയാളെ നിർബന്ധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ അതിന്റെ ഒരു മധ്യഭാഗത്ത്, ദാറ്റ് മീൻസ് ആ ഒരു ഇയറിന്റെ ഒരു ഹാഫൊക്കെ ആയപ്പോത്തിന് അത് അടച്ചു പൂട്ടി എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും അതേ ഇയറിൽ തന്നെ എന്ത് ചെയ്യണം? ടാക്സ് അടക്കണം. അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. സാധാരണ കേസിൽ ഒരു അസസി ടാക്സ് അടക്കേണ്ടത് അയാളുടെ പ്രീവിയസ് ഇയറിൽ അയാൾ ഏൺ ചെയ്ത ഇൻകത്തിന്റെ മുകളിലുള്ള ടാക്സ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, അതായത് അസസ്മെന്റ് ഇയറിലാണ് അടക്കേണ്ടത്. പക്ഷേ ചില കേസുകളില് ഏത് ഇയറിലാണോ അയാൾ ഇൻകം ഏൺ ചെയ്തത് ആ ഇയറിൽ തന്നെ അയാൾ എന്തടക്കണം? ടാക്സ് അടക്കണം. അപ്പൊ ആ ഒരു കേസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഒരു നോൺ റെസിഡൻഷ്യൽ ഷിപ്പിംഗ് കമ്പനി ആ ഒരു ഷിപ്പ് യാത്രക്കാരെ വഹിച്ചു കൊണ്ടുപോയി ആ ഒരു ഷിപ്പ് ഇവിടുന്ന് പുറപ്പെടുമ്പോ തന്നെ എന്ത് ചെയ്യണം? അവർക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫ്രൈറ്റ് ചാർജിന്റെ ഒരു സം പെർസെന്റേജ് എന്ത് ചെയ്യണം? ടാക്സ് ആയിട്ട് ആ ഒരു ഇയറിൽ തന്നെ അടക്കണം. അതേപോലെ തന്നെ ഇൻകം ഒരാൾ ഇന്ത്യ വിടുമെന്ന് ഒരു അസിസ്റ്റിംഗ് ഓഫീസർക്ക് തോന്നിക്കഴിഞ്ഞാൽ, അയാൾ പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇൻകത്തിന്റെ അസസ്മെന്റ് അല്ലെങ്കിൽ അയാളുടെ ഇൻകത്തിന്റെ അസസ്മെന്റ് ആ ഇയറിൽ തന്നെ ഇൻകം ടാക്സ് ഓഫീസർക്ക് നടത്താം. അതുപോലെ തന്നെ ഒരു അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഇവന്റ്, ഒരു പർട്ടിക്കുലർ ഇവന്റ് ഫോം ചെയ്തു. അത് കുറച്ചു കാലത്തിന് ശേഷം അത് ഡിസ്കണ്ടിന്യൂ, ദാറ്റ് മീൻസ് അത് ഡിസ്ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും എന്ത് ചെയ്യാം? ആ ഇയറിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിന്റെ ടാക്സ് അപ്പോൾ തന്നെ ടാക്സ് അസസ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്താണ്? ഒരാള് ഇൻകം ടാക്സ് അടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു അസറ്റ് വിൽക്കാൻ ശ്രമിക്കുകയോ അത് ഡിസ്പോസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അസസ്മെന്റ് ഓഫീസർക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളും എന്ത് ചെയ്യണം? ആ ഒരു ഇയറിൽ തന്നെ ടാക്സ് അടക്കണം. ദെൻ അതേപോലെ തന്നെ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, ഏതെങ്കിലും ഒരു ബിസിനസ് ആ ഒരു പ്രീവിയസ് ഇയറിന്റെ മധ്യഭാഗം മീൻസ് ഒരു ഹാഫ് ഇയറിൽ ഒരു ഹാഫ് മന്തിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു? അത് പൂട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യണം? ആ ഇയറിൽ തന്നെ അവരുടെ പ്രോഫിറ്റിന്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. പ്രീവിയസ് ഇയർ ഫോർ എ ഷെയർ ഇൻ ഫേംസ് ഇൻ പ്രോഫിറ്റ് അല്ലെ, അതായത് ഈ പ്രീവിയസ് ഇയറിൽ കിട്ടിയ പ്രോഫിറ്റിന്റെ മുകളിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞ് അസസ്മെന്റ് ഓഫീസർക്ക് തോന്നിക്കഴിയുകയാണെങ്കിൽ ആ വർഷം തന്നെ ടാക്സ് ഈ അസസിംഗ് ഓഫീസർ അയാളെ കൊണ്ട് അടപ്പിക്കും. ഇപ്പൊ ഇതാണ് എക്സെപ്ഷൻ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കുക. കോൺസെപ്റ്റ് ഓഫ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിന്റെ കോൺസെപ്റ്റ് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് അടക്കണം. അതിന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റില് ടോട്ടൽ ഇൻകത്തിനെ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം സെക്ഷൻ 2 സബ്സെക്ഷൻ 45 ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 45 പ്രകാരം ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 5 പറഞ്ഞിട്ടുള്ള ഇൻകം, പ്രോഫിറ്റ്സ്, ഗെയിൻസ് എന്നിവ ആക്ട് പ്രകാരം കമ്പ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ ഒരു ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കില് അത് 5 മൊഡ്യൂളുകളായിട്ടാണ് വരുന്നത്. അതിൽ ഓരോ മൊഡ്യൂളിലും നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിനെ 5 ഹെഡുകളാക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇൻകം ഫ്രം സാലറി, സാലറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി,
ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആൻഡ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ്. അതേപോലെ തന്നെ നാലാമത്തത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഫിക്സ്ഡ് അസറ്റുകൾ വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 4 കാര്യങ്ങളിലും ഉൾപ്പെടാത്ത മറ്റ് ഇൻകംസുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വിന്നിങ് ഫ്രം ലോട്ടറി അല്ലെങ്കിൽ ഹോഴ്സ് റേസ് റൈഡിങ്, അതിൽ വിൻ ചെയ്യുക, അപ്പൊ അങ്ങനെ കിട്ടുന്ന ഇൻകം. അപ്പൊ ഇങ്ങനെ 5 ഹെഡുകളായിട്ടാണ് ഇൻകത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 5 ഹെഡുകളിൽ നിന്നായി ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇൻകം എന്തൊക്കെയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഈ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യണം? ഈ വിവിധ ഹെഡ് ഓഫ് ഇൻകം പ്രകാരം നികുതി, അതായത് ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം കണക്കാക്കുക. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ 5 ഹെഡ് ഓഫ് ഇൻകത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തില്ലേ? ഈ 5 ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് ടാക്സബിൾ ആയിട്ട് വരുന്ന ഇൻകം ഏതൊക്കെയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോ കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം അണ്ടർ വേരിയസ് ഹെഡ്സ് ഓഫ് ഇൻകം. ഈ 5 ഹെഡുകളിൽ നിന്നായി ടാക്സ് അടക്കേണ്ട ഇൻകംസ് ഏതൊക്കെയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുന്നു? അടുത്തത് കാൽക്കുലേറ്റ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പൊ ഓരോ ഹെഡിൽ നിന്നും ടാക്സബിൾ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ഫസ്റ്റ് സ്റ്റേജ്, അതായത് സാലറിയിൽ നിന്ന് കിട്ടിയ ഇൻകത്തിലെ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ഏതൊക്കെയാണ് നമ്മൾ കണ്ടെത്തി. അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഉള്ള ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടാക്സബിൾ ഇൻകം ഏതൊക്കെയാണെന്ന് കണ്ടെത്തി. അപ്പൊ അങ്ങനെ ഈ 5 ഹെഡുകളിലായിട്ട് ഒരു വ്യക്തി അടക്കേണ്ട ടാക്സബിൾ ഇൻകം ഏതൊക്കെയാണെന്ന് കണ്ടെത്തി. ദെൻ രണ്ടാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യും? ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ 5 ഹെഡുകളിൽ ടാക്സബിൾ ഇൻകം ചെയ്യുന്നു, കൂട്ടുന്നു. ടാക്സബിൾ ഇൻകം ആയി കണ്ടെത്തിയിട്ടുള്ള ഇൻകംസ് എല്ലാം നമ്മൾ കൂട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ദെൻ ഇനി അടുത്തത് എന്താണ്? ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കും. അതായത് ഡിഡക്ഷൻസ് 18C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യും, കുറക്കും. എന്നിട്ട് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ഇൻകം, അതായത് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ടോട്ടൽ ഓരോ ഹെഡിൽ നിന്നും വരുന്ന ഇൻകം, ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നു. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ടാക്സബിൾ ഇൻകം. അപ്പൊ ഇതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് അക്കൗണ്ടിങ് മെത്തേഡ്സ്. അപ്പൊ നമ്മളിവിടെ ഈ ഇൻകം കണക്കാക്കാൻ വിവിധ അക്കൗണ്ടിങ് രീതികൾ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ രീതിയാണ് ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, അല്ലെ? ക്യാഷ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാ? നമ്മളിത് അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്യാഷ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻകം ആയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അത് റെക്കോർഡ് ചെയ്ത് വെക്കുള്ളൂ. അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുള്ളൂ. രണ്ടാമത്തെ നോക്കൂ, അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ അത് ഇൻകം കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടും, അതായത് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇൻകം ഡ്യൂ ആയിട്ടുണ്ട്, അതേപോലെ തന്നെ എക്സ്പെൻസ് ഡ്യൂ ആയിട്ടുണ്ട്, അത് അടച്ചിട്ടില്ല പക്ഷെ അടക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോഴും എന്ത് ചെയ്യും? ഇൻകം അതായത് ഇൻകം ഉണ്ടായപ്പോൾ തന്നെ നമ്മളത് റെക്കോർഡ് ചെയ്ത് വെക്കും. അത് കയ്യിൽ കിട്ടിക്കോളണം നിർബന്ധമില്ല, അല്ലെ? അതായത് അപ്പൊ തന്നെ കയ്യിൽ കിട്ടിക്കോളണം നിർബന്ധമില്ല. അതായത് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നൊക്കെ പറയാറില്ലേ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നില്ലേ? അതായത് എക്സ്പെൻസുകൾ ഈ വർഷം അടക്കേണ്ടതാണ് പക്ഷെ അടച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കാണിക്കുന്നുണ്ട്, അല്ലെ? ആൻഡ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നമ്മളത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ, അതായത് ഇൻകം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഉണ്ടായ സമയത്ത് നമ്മുടെ ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ എക്സ്പെൻസ് ക്യാഷ് ആയിട്ട് അപ്പൊ അടച്ചിട്ടില്ലെങ്കിലും അത് ഉണ്ടായിട്ടുണ്ട്, അല്ലെ? ആ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അക്രൂവൽ സിസ്റ്റത്തില്
ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പൊ അതൊരു മെത്തേഡാണ്. ദെൻ മിക്സ്ഡ് എന്ന് പറയുമ്പോഴോ, അതായത് ക്യാഷ് സിസ്റ്റം ആൻഡ് അക്രൂവൽ ബേസിസ് അല്ലെ, ക്യാഷും അക്രൂവൽ ബേസിസിന്റെയും രണ്ടിന്റെയും ഒരു മിക്സ്ഡ് ആണ് മിക്സ്ഡ് സിസ്റ്റം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഈ ഇൻകം കിട്ടിയാൽ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുള്ളൂ. അതായത് ക്യാഷ് സിസ്റ്റം ഫോളോ ചെയ്യും. അതായത് ഇൻകം ഫോളോ ചെയ്യുന്നത് ക്യാഷ് സിസ്റ്റവും എക്സ്പെൻസസുകൾ ഫോളോ ചെയ്യുന്നത് അക്രൂവൽ ബേസിസിലും. അതായത് ഇൻകം കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യുള്ളൂ, അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പൊ അതായത് അവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ക്യാഷ് സിസ്റ്റം. ആൻഡ് എക്സ്പെൻസസുകൾ ആണെന്നുണ്ടെങ്കിൽ അത് അടച്ചിട്ടില്ലെങ്കിലും അക്രൂവൽ ബേസിസിൽ, അതായത് അടച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്തു, ആ എക്സ്പെൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അക്രൂവൽ ബേസിസിൽ അതിനെ ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിക്സ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. സെക്ഷൻ 145 പ്രകാരം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, അസസി യൂസ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിങ് മെത്തേഡ് ആണോ അതന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ അതായത് ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞില്ലേ, അതായത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്, അതുപോലെ തന്നെ ഈ മറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇതില് ഈ അസസി ഉപയോഗിക്കുന്ന ഏത് അക്കൗണ്ടിങ് മെത്തേഡ് പ്രകാരമാണോ ആ അക്കൗണ്ടിങ് മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യാം, ടാക്സബിൾ ഇൻകം അസസ് ചെയ്യാം അല്ലെ. ഇപ്പൊ ഇവിടെ ഈ അസസി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് രീതിയിൽ ഇൻകം ശരിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അസസ്മെന്റ് ഓഫീസർക്ക് തോന്നിയാൽ അയാൾക്ക് തോന്നുന്ന രീതിയിൽ ആ ഇൻകം കണക്കാക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പോ ഈ അക്കൗണ്ടിങ് മെത്തേഡിൽ ഏത് രീതിയിലും നമുക്ക് ഇൻകം കണക്കാക്കാം. അപ്പോ ഇപ്പൊ ഇൻകം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇവ ഏത് അക്കൗണ്ടിങ് മെത്തേഡ് പ്രകാരമാണോ ഇൻകം കണക്കാക്കുന്നത് ആ അക്കൗണ്ടിങ് പ്രകാരം തന്നെ ടാക്സബിൾ ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അസസ്മെന്റ് ഓഫീസർക്ക് തോന്നുകയാണ് ഈ അസസി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡിൽ ശരിയായിട്ട് ഇൻകം കണക്കാക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അസസ്മെന്റ് ഓഫീസർക്ക് തോന്നിയ അക്കൗണ്ടിങ് മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ അസസ്മെന്റ് ഓഫീസർക്കുള്ള റൈറ്റ്സുകൾ, അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ അസസ്മെന്റ് ഓഫീസർക്ക് അസസി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡ് അംഗീകരിക്കാതിരിക്കാൻ അവകാശമുണ്ട്. ഇതിൽ ഏത് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിലും അസസിക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഈ അസസ്മെന്റ് ഓഫീസർക്ക് തോന്നുകയാണ് ഇത് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ അയാൾക്ക് അത് അംഗീകരിക്കാതിരിക്കാം. അതേപോലെ തന്നെ പക്ഷേ ഈ അസസ്മെന്റ് ഓഫീസർക്ക് എന്തിനുള്ള അധികാരമില്ല, പുതിയൊരു അക്കൗണ്ടിങ് രീതിയിലേക്ക് അല്ലെങ്കിൽ അയാൾ നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിങ് രീതിയിലേക്ക് മാറ്റാൻ അസസിനെ നിർബന്ധിക്കാൻ പാടില്ല അല്ലെ. ഇനിയിപ്പോ ഇൻ കേസ് അക്കൗണ്ടിങ് രീതി മാറ്റണം എന്നുണ്ടെങ്കിൽ അസസി എന്ത് ചെയ്യണം, ഈ അസസ്മെന്റ് ഓഫീസർക്ക് ഒരു അപ്ലിക്കേഷൻ നൽകണം. അപ്പോ ഇവിടെ ഈ മാറ്റം, അതായത് നമ്മൾ മാറ്റം എന്താണ്, ലീഗലി അല്ലെങ്കിൽ എന്താണ് നിയമം അനുസരിക്കുന്ന രീതിയിലായിരിക്കണം ആ മാറ്റം നടത്തേണ്ടത്. അതായത് അതേപോലെ തന്നെ സ്ഥിരവുമായിരിക്കണം. അതായത് ഒരു വർഷം ഒരു മെത്തേഡ് യൂസ് ചെയ്യുക, അടുത്ത വർഷം വേറൊരു മെത്തേഡ് യൂസ് ചെയ്യുക, അങ്ങനെ ആവരുത്. അപ്പൊ മാറുന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിൽ സ്ഥിരമായിരിക്കണം. അതേപോലെ തന്നെ ഈ മാറ്റം എന്തുകൊണ്ടാണ് ഈ മാറ്റുന്നത്, അതായത് സത്യസന്ധമായ കാരണങ്ങൾ കൊണ്ടായിരിക്കണം അത് മാറ്റുന്നത് എങ്കിൽ ഈ അസസ്മെന്റ് ഓഫീസർക്ക് ഇത് അസസി മാറ്റാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന 3 കാര്യങ്ങളും ആ ഒരു മാറ്റത്തിൽ ഉണ്ടെങ്കിൽ അസസ്മെന്റ് ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അത് നിരസിക്കാനുള്ള അവകാശമില്ല. അതായത് ഇത്രേ പറയുന്നുള്ളൂ. അക്കൗണ്ടിങ് മെത്തേഡ് 3 രീതിയിലുള്ള അക്കൗണ്ടിങ് മെത്തേഡുകൾ ഉണ്ട്. ഇതിൽ ഏതില് വേണമെങ്കിലും ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇൻ കേസ് അസസ്മെന്റ് ഓഫീസർക്ക് തോന്നുകയാണ് ഈ അസസി യൂസ് ചെയ്ത അക്കൗണ്ടിങ് മെത്തേഡ് പ്രകാരം ഇൻകം ശരിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അസസ്മെന്റ് ഓഫീസർക്ക് തോന്നിയാൽ അയാൾക്കത് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോ അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിങ് മെത്തേഡ് അല്ലെങ്കിൽ അയാളുടെ രീതിയെ അംഗീകരിക്കാതിരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്, അസസ്മെന്റ് ഓഫീസർക്ക് ഉണ്ട്. ഇനി ഒരു അസസി അയാൾ ഇതുവരെ ഫോളോ ചെയ്ത അക്കൗണ്ടിങ് മെത്തേഡ് മാറ്റാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ, മാറ്റണമെങ്കിൽ ആദ്യം അയാൾ എന്ത് ചെയ്യണം, അസസ്മെന്റ് ഓഫീസർക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഈ മാറ്റം എന്ന് പറയുന്നത്
നിയമം അനുസരിച്ചായിരിക്കണം, സ്ഥിരമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അപ്പൊ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ, അതായത് ഇപ്പൊ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ആ ഒരു അപ്ലിക്കേഷനിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് നിരസിക്കാനുള്ള, റിജക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആർക്കില്ല, അസസ്മെന്റ് ഓഫീസർക്ക് ഇല്ല. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്, നമുക്ക് ഇൻകം ടാക്സ് അല്ലെ, ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ അടക്കേണ്ട ടാക്സ് ആണ്. അപ്പൊ അതിന് എന്തിനെ കുറിച്ച് അറിയണം, നമുക്ക് ഇൻകത്തിനെ കുറിച്ചിട്ട് അറിയണം. എന്താണ് ഇൻകം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയണം. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ഇൻകം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും. അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വ്യക്തി ഏത് ഇയറിലാണോ ടാക്സ് അസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർ ഒരു വ്യക്തിയുടെ ടാക്സ് ഏത് ഇയറിലാണോ അസസ് ചെയ്യുന്നത്, ആ ഇയറിനെയാണ് എന്ത് വിളിക്കുന്നത്, അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ദെൻ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് ഇയറിലാണോ ഒരു വ്യക്തി ഇൻകം ഏൺ ചെയ്യുന്നത്, ആ ഇയറിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ പ്രീവിയസ് ഇയറിലുള്ള ഇൻകം അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ പേഴ്സൺസിനെ കുറിച്ച് പറഞ്ഞു. വാട്ട് ഈസ് പേഴ്സൺ, പേഴ്സണെ കുറിച്ച് ഡിഫൈൻ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ടോട്ടൽ ഇൻകത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്.